പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഹറാസ്മെന്റ് എന്നുള്ള രീതിയിലോ ഒരു അബ്യൂസീവ് രീതിയിലോ അത് മാറുമ്പോഴാണ് അത് ക്യാപ്ചർ ചെയ്യുന്നതിന്റെ ആംഗിളിന്റെ പ്രശ്നമായിരിക്കാം. ആ ഫംഗ്ഷന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ക്യാമറ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അത്രയും ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പലതും. ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ മാന്യമായി വന്ന് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. ഒത്തിരി സന്തോഷം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. ഞങ്ങൾക്ക് ഇറച്ചി വെട്ടാനായിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒഫീഷ്യലി ഇപ്പം ഇനിയൊരു ഞങ്ങൾക്കൊരു ഷോപ്പ് തുടങ്ങിയാൽ പോലും ഞങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടും. ഈ കാണുന്ന പോലെ ഒന്നും അല്ല, ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, അവർ പോകുന്നവർ തല്ലുള്ളൂ വരുന്നു. എനിക്ക് അവിടുത്തെ ക്രൗഡിനെ ഭയങ്കര ഇഷ്ടമാണ്. ലിറ്ററലി എനിക്ക് ആ ടെൻഷൻ ഇല്ല അവിടെ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ. ഞാനും അതിലും വലിയ ഇൻട്രോവേർട്ടാ. മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. ഇവിടെ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന പോലെ തന്നെയുള്ളൊരു ഫീലാണ്. ഐഡന്റിറ്റി ഇല്ലാത്ത, ആരാന്നറിയാത്ത ആളുകൾ ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് ചെയ്യുന്നതായിരിക്കാം. അതിൽ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷനോ സന്തോഷവും കിട്ടുന്നുണ്ടായിരിക്കാം. അയാളുടെ ജീവിതം മുഴുവൻ അയാളെ ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു റിമാർക്കായിരിക്കാം ചിലപ്പോൾ പറയുന്നത്. ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ നഷ്ടപ്പെടും. ആ ഒരു വേർഡ് കൊണ്ട്, നമ്മൾ പറയുന്ന ചെറിയ വാക്കുകൊണ്ട് പോലും. കുറെ ബ്ലെയിം കേട്ടിട്ടുണ്ടെങ്കിൽ പോലും മേ ബി അതായിരിക്കാം. ഇതൊക്കെ ഒരു പേഴ്സണൽ കാര്യമല്ലേ, എനിക്കതിനെ എങ്ങനെ കമന്റ് പറയാൻ പറ്റും? ഫേമസ് ആയിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് പോയി കാണുക. എവിടെന്നൊക്കെയോ കേൾക്കുന്നുണ്ടോ ഹോട്ടലിൽ പ്രേതമുണ്ടോ, ഹോട്ടലിൽ പ്രേതമുണ്ടോ. ആദ്യം കാണുന്ന പ്രേതം. അപ്പഴത്തേക്കും ചന്തു വേറെ എവിടെന്നൊക്കെയോ കേട്ട് എന്തൊക്കെയോ പ്രേതകഥകളൊക്കെ കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞ് എനിക്ക് മൊത്തത്തിൽ അന്ന് രാത്രി ഞാൻ ഒറ്റക്കാണല്ലോ. ചിലരെ പിടിക്കില്ല എന്ന് തോന്നുന്നു. ആണല്ലേ, എനിക്ക് യോഗമില്ല. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. അപ്പോൾ ഇന്ന് എന്റെ കൂടെ ഉള്ളത് റേച്ചൽ സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ കാസ്റ്റ് ആണ്. വെൽക്കം. താങ്ക് യു. ഓക്കെ അല്ലേ? അപ്പോൾ റേച്ചൽ, എനിക്കൊന്നൊരു ഗ്യാപ്പിന് ശേഷം അല്ലേ മലയാളം മൂവിയിലോട്ട്, അതൊരു കൊമേഴ്ഷ്യൽ ഹിറ്റ് മൂവി. അപ്പോൾ എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷം വീണ്ടും ഒരു സിനിമയുടെ ഭാഗമാകാൻ, മലയാളത്തിൽ തന്നെ ഒരു സിനിമയുടെ ഭാഗമാകാൻ, അതും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. ആനന്ദിനി ഈ ഒരു സ്റ്റോറി ലൈൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇത് ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു, രാഹുൽ മണപ്പാട്ടിൻ്റെ. ഒത്തിരി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും പിന്നെ ഒരു മൂവിയായി മാറുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് തൊട്ടേ ഈ ഒരു ജേർണിയുടെ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തിനിടയിൽ ഒരു ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി കിട്ടുന്നത്. കുറെ പേരൊക്കെ ഈ ഫീമെയിൽ സെൻട്രിക് മൂവി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുന്നതിനോട് ഹണിക്ക് എത്ര അല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ, പക്ക ഒരു കൊമേഴ്ഷ്യൽ മൂവി തന്നെയാണ്. ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ രാധിക ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്ത്രീയാണെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരു പക്ക ഒരു എന്താ പറയാ, എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. ചന്തു എങ്ങനെയായിരുന്നു റേച്ചലിലോട്ട്? എന്നെ ആദ്യം ഫസ്റ്റ് വിളിക്കുന്നത് അബ്ദുഷേനാണ്. പക്ഷെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളെ കഥ പറയാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനന്തിനെ വിളിച്ചിട്ട് കഥ പറയുന്നുണ്ട്. കഥ പറഞ്ഞൊരു എൻ്റെ വളരെ ചെറിയൊരു, എനിക്ക് എൻ്റെ പോർഷനാണ് എനിക്ക് പറഞ്ഞു തന്നെ. എൻ്റെ പോർഷൻ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഓക്കെ ചെയ്യാൻ തോന്നി. അങ്ങനെ വരുന്നു, ചെയ്യുന്നു. അല്ല, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ചെയ്യുന്നു, പോകുന്നു. ഇതിപ്പം ഈ ഒരു മൂവി വന്നിട്ട് ഇപ്പൊ കുറെ മുമ്പേ ഡിസ്കസ് ചെയ്ത മൂവി ആയിരുന്നോ? അതെ, ഞങ്ങളത് ഷൂട്ട് ചെയ്തതല്ലേ 2 years ബാക്കാ. അപ്പൊ എനിക്ക് ഞാൻ അഞ്ഞുമല ചെയ്തതിനു ശേഷം അടുത്ത ചെയ്തത്. അഞ്ഞുമല ചെയ്തതിനു ശേഷം, അഞ്ഞുമല നടികർ കഴിഞ്ഞതിന് ശേഷം ചെയ്ത സിനിമയാണ്. എന്റെ 4ാമത്തെ പടമായിരിക്കും റേച്ചല് അഭിനയിച്ചത്. പെട്ടെന്നായിരുന്നു എല്ലാം, പെട്ടെന്ന് വിളിക്കുന്നു വരുന്നു. പിന്നെ ഇത് പ്രൊഡ്യൂസർ ബാദുക്ക് എന്റെ ഒരു അടുത്ത സുഹൃത്താണ്. അങ്ങനെ നാച്ചുറലി അങ്ങനെ സംഭവിച്ചു, കയ്യിലോട്ട് വന്നു, മൂവിയിലേക്ക് വരുന്നു. ജോയി ചേട്ടൻ സിനിമകളൊക്കെ എങ്ങനെയാ സെലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണോ? അങ്ങനെയൊക്കെയാണ് ആഗ്രഹം, പക്ഷെ അങ്ങനെ ഒരുപാട് സിനിമ വരുന്നില്ല. പക്ഷെ വരുന്ന സിനിമകളെല്ലാം നല്ല സിനിമകളാണ്. അല്ല, പക്ഷെ ഏതൊരു മൂവി ചെയ്താലും അതിലെ ക്യാരക്ടർ എന്തെങ്കിലും നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു
ഒരു സംഭവം ഉള്ള പോലെയാണ്. അതെ. അപ്പൊ ഞാൻ കരുതിയത് പ്ലാൻ ചെയ്ത് അങ്ങനെ വരുന്നതാണെന്ന്. ഇല്ലില്ല, അതൊരു ലക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സിനിമയിലേക്ക് യാദൃശ്ചികമായിട്ടാണ് ചെല്ലുന്ന, കഥയറിയാതെ പെട്ടെന്ന് അങ്ങ് ചെല്ലുന്നു. ചെല്ലുമ്പോൾ ഹണി ഉണ്ട്, അറിയാം ഹണിയാണ് ക്യാരക്ടർ എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹണിയാണ് ഞാനവിടെ കാണുന്നത്. ഇറച്ചിയൊക്കെ വെട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഒരു കാട് പോലെ ഒരു വല്ലാത്തൊരു സ്ഥലം, ഒരു ചന്തയാണ്. ചന്തയിലാണ് ഞങ്ങളുടെ കോമ്പിനേഷനിലാണ് ഞാൻ ആദ്യം പെർഫോം ചെയ്യാനായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ പറയാലോ ഒരു പീരിയോഡിക്കൽ പരിപാടിയാണിത് ഏതാണ്ട്. പക്ഷേ ഭയങ്കര രസകരമായി എടുത്തു വെച്ചിരിക്കുന്ന നല്ല പ്രകൃതി ഭംഗി ഒക്കെ ഒപ്പിയെടുത്ത ഒരു നല്ല സിനിമയാണിത്. അതെ. ഈ ഇറച്ചി വെട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നോർമൽ ഒരാൾക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലോ, നമുക്ക് ചെയ്ത് പരിചയമില്ലാത്തവർക്ക്. അപ്പോൾ ഈസി ആയിരുന്നോ അങ്ങനെ ഒരു സംഭവം ചെയ്ത് ആദ്യം നോക്കാനായിട്ട്? ഞങ്ങൾക്ക് ഇറച്ചി വെട്ടാനായിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒഫീഷ്യലി ഇപ്പൊ ഇനി ഞങ്ങൾക്ക് ഒരു ഷോപ്പ് തുടങ്ങിയാൽ പോലും ഞങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടും, ജീവിക്കും ഞങ്ങൾ ഇറച്ചി വെട്ടിയെങ്കിലും ഞങ്ങൾ ജീവിക്കും. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ഇറച്ചി വെട്ടി? ഇറച്ചി വെട്ടി എക്സ്പീരിയൻസ്? ഇറച്ചി വെട്ടി പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ വരാൻ പറഞ്ഞു. ഒന്ന് ലൊക്കേഷൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ലൊക്കേഷനിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലങ്കോടാണ്. അപ്പോൾ ഞാനിങ്ങനെ പോവാം. അപ്പോൾ അവിടെ എത്തി ആനന്ദിനെയും കണ്ടു, ഷൈൻ സാറേയും കണ്ടു. അപ്പോൾ ശരി, നമുക്കിനി ആനന്ദിനി പറഞ്ഞു നമുക്കെന്നാ ചുമ്മാ ഒന്ന് പോയി, എനിക്കിവിടെ നമ്മൾ രണ്ടുപേരും ഒന്ന് ചെയ്ത് നോക്കി അല്ലേ, ഒരു സീൻ എന്തോ ഞങ്ങൾ ഒരു സീന് ചെയ്ത് നോക്കി. അപ്പൊ ഇങ്ങനെ അതിന് മുന്നേ കയറി പോവാണ്. അപ്പൊ എന്റെ വിചാരം ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോവാണെന്ന്. അപ്പൊ വണ്ടി പോയിട്ട് ഒരു ഇറച്ചിക്കടയുടെ മുന്നിൽ നിർത്തി. അപ്പൊ ഞാൻ ഇറച്ചി വാങ്ങാനിരിക്കും. അപ്പൊ എന്നോട് ആനന്ദിനി ഇറങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ അവിടെ പോയിട്ട് ഇവരെങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ചേട്ടൻ അറിഞ്ഞും മുറഞ്ഞും വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പാടാണ്, ക്യാമറ ടെക്സ്റ്റിൽ ശരിയാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പറഞ്ഞു കെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അതിന്റെ ആ കത്തി തന്നെ ഭയങ്കര വെയിറ്റാ. നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ എടുത്തു പൊക്കി അങ്ങനെ പെട്ടെന്ന് വെട്ടാൻ പറ്റുന്ന ഒരു സാധനം, കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു സാധനമാണ്. സപ്പോർട്ട് ചെയ്യണം മുകളില്. ആദ്യം ഇറച്ചി ഇല്ലാതെ വെട്ടാൻ പറഞ്ഞു. ഇറച്ചി തന്നെ. അപ്പൊ പുള്ളി ഇങ്ങനെ പറയും, അതായത് ഈ ഇറച്ചി വെട്ടുന്നതിന് എന്തോ ഒരു രീതിയുണ്ട്, ഒരു ടെക്നിക്ക് ഉണ്ട്. ആ വെട്ടുന്ന പീസുകൾക്ക് ഒരു ഇതുണ്ട്. അതായത് നമ്മളിങ്ങനെ ചുമ്മാ വെട്ടി നമ്മളിങ്ങനെ ചുമ്മാ വെട്ടല്ല, നമ്മളത് അറിയുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അത് വെട്ടുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഞാനത് നല്ല ശക്തിയിലാണ് വെട്ടുന്നത്. പിന്നെ അടുത്തൊരു 10 ദിവസം വെട്ടലോട് ഇതിന്റെ പുറയിലായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? ട്രൈ ചെയ്ത് നോക്കിയില്ല. ഇവര് വെട്ടുന്ന കണ്ടായിരുന്നു, ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കില്ല. ഇറച്ചിക്ക് ഭയങ്കര വിലയുള്ള സമയമായിരുന്നു അത്. ഇവരിങ്ങനെ വെട്ടി 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 അവസാനം കീമ പരുവത്തിലാണ് മാറ്റുന്നത്. ഈ കീമപരുവത്തിലായ സാധനമൊക്കെ നിങ്ങൾ തന്നെ കെട്ടിപ്പൊതിഞ്ഞെടുത്തോ? ഇല്ല, അതെടുക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം യൂസ് ചെയ്യില്ല. ഇറച്ചിക്കൊക്കെ നല്ല വിലയാണ്. അത് അടുത്ത ദിവസം പുതിയ ഇറച്ചി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും നടക്കില്ല. ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുക, അങ്ങനൊരു ഇതായിരുന്നു. അതെ, എല്ലാം അങ്ങനെ കുറെ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു മൂവിയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഹണി കുറെ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇറച്ചി വെട്ടുന്ന സംഭവങ്ങളൊക്കെ കുറച്ചുകൂടെ ന്യൂ ആണ്. അതുപോലെ ഇതിനകത്ത് മാത്രമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു പുതിയ സംഭവം ഞങ്ങള് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത്. അത് നല്ല നാടൻ തല്ല്. അതെ അതെ അതെ, ഞാനും രാധികയും ഒക്കെ ഉണ്ട് ആ ഫൈറ്റില്. അപ്പൊ അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. രാധിക എനിക്ക് തോന്നുന്നു അവിടെ തല്ലാത്തൊരു മനുഷ്യരില്ല. ഞാൻ തല്ല് കൊടുക്കേണ്ടത് ബാക്കി എല്ലാവർക്കും. ഇത് ടൈമിങ് ഭയങ്കര ഇതാണല്ലോ. നമ്മള് തല്ല് കൊടുക്കല്ല, എന്നാൽ കൊടുക്കുന്ന പോലെ കാണിക്കുകയാണല്ലോ. കൊടുക്കുന്ന എനിക്കും ടൈമിങ് വേണം, വാങ്ങുന്ന ആൾക്കും ടൈമിങ് വേണം. എനിക്ക് തീരെ ടൈമിങ് ഇല്ല. ഇങ്ങോട്ട് കിട്ടിയോ? കിട്ടി. എന്നെ കത്തി വീശി ഓട്ടിക്കുന്നുണ്ട്, ഓട്ടിച്ചു കല്ല് മേടിക്കാൻ ഓടിക്കളഞ്ഞ. ഈ ഫൈറ്റിന്റെ ടൈമിങ്ങിന്റെ കാര്യം ഭയങ്കര ഒരു നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം അല്ലേ? അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതുപോലെ നല്ല രീതിയിൽ ഒരെണ്ണം കിട്ടും. ആരുടെ കയ്യിൽ നിന്നാ കിട്ടിയത്? അത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടെ ആൾക്കാരുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ എന്റെ ടൈമിങ് മിസ്സായത്. റിഹേഴ്സലിന്റെ സമയത്ത് ടൈമിങ് ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ടൈമിങ് പ്രശ്നമാണ്, അപ്പൊ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കൊള്ളിച്ചോളൂ, ഞാൻ കൂടുതലായിട്ട് അഭിനയിച്ചു. ആക്ച്വലി പറഞ്ഞു നന്നായിട്ട് അടിച്ചോ, കുഴപ്പമില്ല, എനിക്ക് വേദനിക്കത്തില്ല, എന്നാലും ടൈമിങ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അതേപോലെ പുള്ളി ഇതേപോലെ റിഹേഴ്സലിന്റെ ടൈമിങ് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ടേക്കിന്റെ സമയത്ത് നല്ലൊരു ഒച്ചയിലാണ് കേട്ടത്. നല്ല ഒച്ചയായിരുന്നു. ഞാൻ കറങ്ങി വന്നാ വീണേ.
പക്ഷെ ആ ടേക്ക് തന്നെയാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരുന്നു. നമ്മൾ ഭയങ്കര അത് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ആയിരുന്നു. അപ്പോൾ ചവിട്ടും ഇടിയും ഒക്കെ അത് റിയൽ ആയിട്ട് തന്നെ ഇടിയും കുത്തുമൊക്കെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് ഷൂട്ട് കഴിഞ്ഞ് ഐ മീൻ ഫിസിക്കലി മെന്റലി ഒക്കെ അത്രയും ടയറിംഗ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. പക്ഷെ അത് വിഷ്വലി ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം പിന്നെ മഴയുള്ള ഒരു സമയം കൂടെ ഒക്കെ ഏതാണ്ടല്ലേ. അതെ, അതും ഒരു കാടിന്റെ ഉള്ളിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമ്മൾ കാല് വെക്കുന്നിടത്ത് മുഴുവൻ അട്ടയാണ്. ഒരു കുന്നിന്റെ പുറമാണ് അവിടെ ഫുൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ നമുക്ക് ചെളിയൊക്കെ ആയിട്ട് ഫുള്ള് ഇത് കാടായതുകൊണ്ട് ചെളി കൂടിയിട്ട് ഷൂട്ട് മാറ്റി. നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് അത് വണ്ടി പോണ്ടേ, മണ്ണൊരു പ്രത്യേകതരം മണ്ണാ നമ്മുടെ അടുത്ത പോലെ. ചതുപ്പ് പോലെ ആവുന്ന മണ്ണ്. മനസ്സിലായി. എവിടെ വെച്ചിട്ടായിരുന്നു അപ്പോ? നെല്ലിയാമ്പതി. അത് ഭയങ്കര അതെ, നല്ല ഫോറസ്റ്റ് കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നിടത്ത്. ആ സമയം ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് പുലി ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. കിട്ടത്തില്ലല്ലോ ചില ഇല്ല 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 ഇല്ല, അവിടെ റേഞ്ച് ഇല്ലായിരുന്നു. ഇല്ല. ഈ ടൈമിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദുനാണെങ്കിലും ഫൈറ്റ് മൂവീസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഫൈറ്റിലെ ടൈമിങ്സ് ബാലൻസ് ചെയ്ത് പോകുന്നത്? അതൊക്കെ ഞാൻ മറന്നുപോയി. ഞാനിപ്പോ കൊറേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലോക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ നോക്കിയിരുന്നാ മതി. റേച്ചലാണെങ്കിലും അതെ, ഞാൻ ക്യാരവനിൽ ഇറങ്ങുമ്പോഴേക്കും രാധി വന്നിട്ട് എടാ ഞാൻ വീണടാ, ഞാൻ മതിലിന്റെ മുകളിൽ വീണടാ, അടി കൊണ്ടിടാന്നൊക്കെ ഒന്ന് പറയാം. ഞങ്ങൾ പറഞ്ഞു നമ്മളൊന്നും അറിയില്ല. നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, അവർ പോകുന്നവർ തല്ലുള്ളൂന്ന് വരുന്നു. നമ്മളത് ശ്രദ്ധിക്കാൻ നമ്മളെ കാര്യം നോക്കാന്നുള്ള. അത് എന്റെ അടുത്ത് എപ്പോഴും പറയും ഇങ്ങനെ വൈറ്റ് പ്രശ്നം പണിയാടാ. ശരിക്കും അങ്ങനെയാണോ? ഇപ്പൊ ചുമ്മാ പറയുന്നത്? അല്ലല്ല, നല്ല പാടാ. നെവർ മൈൻഡ് ആയിരുന്നോ ചന്തു? ഒന്നും ചെയ്യാൻ പറ്റില്ല ചന്തുവിന്. ചന്തുവിന് എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ആശ്വസിപ്പിക്കായിരുന്നു. അല്ല, ഉരുക്ക് വലുതാവാനായിട്ട് ഹണീറോസ് ഒക്കെ വന്നിട്ട് ചന്തു ഞാൻ വീണെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഭയങ്കര അധികം സംസാരിക്കില്ലായിരുന്നു. അയ്യോ, ഷോട്ടിന് വരുമ്പോ സംസാരിക്കും. ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനുള്ളപ്പോ പുള്ളിക്കാത്തിണ്ടാവില്ല, പുള്ളിക്കാത്ത ഞാൻ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ സംസാരിക്കാനാ മൊത്തം ബഹളമായിരുന്നു. അതെ, ഞങ്ങൾ ഒരുമിച്ചുള്ള സീനുകളിലാ ആ സമയത്ത് സംസാരിക്കായിരുന്നു. ഞാൻ ഷോർട്ടാകുമ്പോ വരുന്നു. ഞാൻ അധികം ദിവസം ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും രാധികയ്ക്കുമായിരുന്നു കോമ്പിനേഷൻ സീൻസ്, ചേട്ടനായിട്ടും ഉണ്ടായിരുന്നു. ആക്ച്വലി രാധികയായിട്ട് സംസാരിക്കുന്ന രാധികയുടെ കാരവൻ ഇപ്പുറത്താ, എന്റെ കാരവന് തൊട്ടിപ്പുറത്താ. പിന്നെ ഞങ്ങള് പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് ഞാൻ ചന്തു പോകുമ്പോ ഞാൻ ചന്തുവിന്റെ കൂടെ പോകും. അങ്ങനെ വന്നിരുന്നേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആയത്. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നത്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ. അല്ല, ആക്ച്വലി ഞാനും അതിലും വലിയ ഇൻട്രോവേർട്ടാ. മേ ബി അതായിരിക്കാം ആ ഒരു കമ്മ്യൂണിക്കേഷൻ. പൊതുവെ ഈ ഇൻട്രോവേർട്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ട്രോളുകളൊക്കെ വരും. ശരിക്കും ഈ ട്രോളുകളിലൊക്കെ വരുന്ന ഇൻവെർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആളുകൾ തന്നെയാണോ ഇൻട്രോവേർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക്? അതായത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ എനിക്ക് ഇപ്പൊ എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. എന്നെ കണ്ടില്ല, ഇപ്പൊ അവിടെ ഒരാൾക്ക് ഭയങ്കര അടുപ്പുള്ള ഒരാളുണ്ടെങ്കിൽ എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ പതുക്കെ അവിടെ നിന്ന് മുങ്ങും. അതിന്റെ ഒരു ബേസിക് നേച്ചർ. അതെന്തൊരു നേച്ചറാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്തിനാ അത് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ അതായിരിക്കാം ഈ പറഞ്ഞ ഈ ഇൻവെർട്ടർ അല്ല, ഇൻവെർട്ടറിന്റെ സ്വഭാവമാണ്. അല്ല, ഈ ഇൻട്രോവേർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ മറ്റേ സഭാകമ്പം അല്ലേ? അപ്പൊ നമ്മുടെ ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒത്തിരി ആളുണ്ടാവുമല്ലോ. പക്ഷെ അതാണ് ഒരു മാജിക് എന്റെ ഒരു ബിഹേവിയറിൽ. എനിക്ക് അവിടുത്തെ ക്രൗഡിനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എനിക്ക് ആ ടെൻഷനോ ലിറ്ററലി എനിക്ക് ആ ടെൻഷൻ ഇല്ല അവിടെ. പക്ഷെ എന്നാലും ഇനി ഒരു അവാർഡ് ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരു നമ്മളല്ലാതെ പ്രോഗ്രാംസ് ഒരു സ്റ്റേജ് ഷോയ്ക്കൊക്കെ നമ്മൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സഫോക്കേഷൻ. അവിടെ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു ഫീലാണ്. പക്ഷെ ഇനോഗ്രേഷൻ എനിക്ക് അതെന്താ അതിന്റെ മാജിക് എന്ന് എനിക്കറിയാൻ വയ്യ. ആ സമയത്ത് ഒരു പ്രത്യേക എനർജി, ക്രൗഡ് തരുന്ന ഒരു എനർജി, ആ ഒരു ഇന്ററാക്ഷന്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമാണ്. ചന്ദുവിനെ കാണുമ്പോൾ ചോദിക്കണം വിചാരിച്ചിരുന്നതാ, ഈ ഓരോ ആർട്ടിസ്റ്റുകളുടെ ഇപ്പം ലാലേട്ടൻ, പ്രണവ്, അങ്ങനെ ഓരോ എഡിറ്റൊക്കെ വീഡിയോസ് വരുന്ന കൂട്ടത്തിൽ ചന്ദുവിന്റെ റീസെന്റ് വൈറലായ ഒരു സംഭവമുണ്ട്. സലീം ഏട്ടനാണെങ്കിൽ പുലിവാൽ കല്യാണത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും ചുറ്റിനിരിക്കുന്നതും ചന്തു അതേപോലെ ഇരിക്കുന്നതും. ആ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്താ അച്ഛന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അച്ഛനൊന്നും കാണാറില്ല. ഇല്ല, അതൊന്നും അച്ഛൻ കാണാറില്ല. അച്ഛൻ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല, വീഡിയോസ് ഒന്നും കാണിക്കാറൊന്നുമില്ല. ഇല്ല, അങ്ങനെ അച്ഛന്റെ വീഡിയോസ് കാണിക്കാറുണ്ട്. എന്റെ വീഡിയോസ് ഒന്നും കൊണ്ട് കാണിക്കാറില്ല. ഇല്ല, ആരെങ്കിലും അയച്ചു കൊടുത്ത് കണ്ടാൽ കണ്ടു, അല്ലാതെ അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല ഞങ്ങള്.
നിങ്ങളുടെ ഒരു കോംബോ ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ ആൾക്കാരുടെ കുറ്റം, അതൊക്കെയാണ് നമ്മൾ വീട്ടിൽ മെയിനായിട്ട് സംസാരിക്കുന്നത്. കാരണം എപ്പോഴും എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്ന വളരെ അപ്പോഴും സിനിമ തന്നെ സംസാരിക്കുന്നത്. അപ്പൊ നാട്ടുകാരുടെ കുറ്റം, അതാണ് നമ്മുടെ മെയിൻ. സോറി, അങ്ങനെയല്ല. അങ്ങനല്ല. പ്രസ് മീറ്റിനകത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, മലയാള സിനിമയ്ക്ക് ഇപ്പൊ എന്നെ ആവശ്യമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല, ഞാൻ കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? ആക്ച്വലി അത് റിയാലിറ്റിയാണ്. നമ്മൾ ഒരു 10-20 വർഷം ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അത് അങ്ങനെ നിലനിർത്താൻ ഓരോ സിനിമകൾ, ഇപ്പം റേച്ചൽ പോലുള്ള ഓരോ സിനിമകൾ ജേണിയുടെ വഴിയിൽ ഇങ്ങനെ വന്ന് വീണ് കിട്ടാറുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുകയും വലിയൊരു പാഷനായിട്ട് എപ്പോഴും കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ സിനിമ എന്നുള്ളത് മാറ്റി ചിന്തിച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയും പോയിട്ടുമില്ല. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജിൽ സിനിമയിൽ വന്ന ആളുകളൊക്കെ ചില ആളുകളൊക്കെ പല മേഖലയിലേക്കും അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞ് പോവുക, അങ്ങനെയൊക്കെയുള്ള പല രീതികളിൽ ഡൈവേർട്ടായി പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോഴും ഇവിടെ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന പോലെ തന്നെയുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. കാരണം അത്രയും വലിയ സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വല്ലപ്പോഴും ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് മോൺസ്റ്റർ ആണ് മലയാളത്തിൽ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം റേച്ചൽ വരുന്നു. സിനിമകൾ നല്ല അവസരങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നതിൽ നിന്നും ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും ഒരു സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വളരാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ പലരും വരും പോകും എല്ലാം ചെയ്യും. ബട്ട് ഇപ്പൊ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നാൽ പോലും ഹണി റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾക്കൊരു ഇഷ്ടമുണ്ട്. അത് നിലനിർത്താനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്? അതങ്ങനെ നിലനിർത്താൻ വേണ്ടി ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സിനിമ ചെയ്യാത്ത സമയത്തും ആളുകൾക്ക് ഒരു ഫെമിലിയർ ഫേസ് ആയി നിന്നത് ചിലപ്പോൾ ഈ പറയുന്ന പബ്ലിക് അപ്പിയറൻസുകൾ വന്നതുകൊണ്ടായിരിക്കാം. ഇനോഗ്രൽ ഫംഗ്ഷൻ അതിൽ കുറേ ബ്ലെയിം കേട്ടിട്ടുണ്ടെങ്കിൽ പോലും മേ ബി അതായിരിക്കാം അതിനുള്ളൊരു റീസൺ എന്ന് തോന്നുന്നു. കാരണം ഫോൺ എടുത്താൽ ഡെഫിനറ്റ്ലി ഒന്നോ രണ്ടോ വീഡിയോസ് എങ്കിലും അവർ കാണാറുണ്ട്. മേ ബി അതായിരിക്കാം ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഫീൽ ചെയ്യാതിരുന്നത്. ഈ ബ്ലെയിംസ് വരാറുണ്ടല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? നമുക്ക് ട്രോള് വരുന്നതോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ട്രോൾസ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. എനിക്കും ഒരു വലിയ ശതമാനം വരെയും ഞാൻ തന്നെ അത് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഹറാസ്മെന്റ് എന്നുള്ള രീതിയിലോ ഒരു അബ്യൂസീവ് രീതിയിലോ അത് മാറുമ്പോഴാണ് അത് ആരെയും അഫക്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് ഞാനൊരു വ്യക്തി മാത്രമല്ല, എനിക്കൊരു കുടുംബമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഇവരെല്ലാം അത് അഫക്റ്റ് ചെയ്യും ഇവഞ്ച്വലി. ബുദ്ധിമുട്ട് ഉണ്ടാവുകയും അതിന് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എന്താ പറയുക കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട്. ബട്ട് ഇറ്റ് സ്റ്റിൽ അതേ രീതിയിൽ തന്നെ, അത്രയും ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങളെയും കാണാൻ കഴിയുമെങ്കിൽ ബെറ്റർ ആണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ബോഡി ഷെയ്മിങ് കമന്റ്സും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമന്റ്സ് കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരു റിപ്ലൈ കൊടുത്തേക്കാം എങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. എൻ്റെ ബിഹേവിയറിൽ ഇല്ല. അപ്പം ഒരാൾക്ക് റിപ്ലൈ കൊടുത്തു എന്നതുകൊണ്ട് അങ്ങനെയുള്ള കമൻറ്റുകൾ അവിടെ അവസാനിക്കുമെന്നുള്ള വിശ്വാസവും എനിക്കില്ല. അത് ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പം അവരിങ്ങനെ മോഹം ഇല്ലാത്ത, നമുക്ക് ഐഡന്റിറ്റി ഇല്ലാത്ത, ആരാന്നറിയാത്ത ആളുകൾ ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് ചെയ്യുന്നതായിരിക്കാം. അതിൽ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷനോ സന്തോഷവും കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പോൾ, ഇപ്പം നമുക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ എന്തും പറയാം, നിങ്ങളുടെ കണ്ണു കൊള്ളില്ല, നിങ്ങളുടെ മൂക്ക് കൊള്ളില്ല, അല്ലേ, ഏത് രീതിയിൽ നിങ്ങളുടെ നിറം പോരാ എന്നൊക്കെ നമുക്ക് പറയാം. ഈ വ്യക്തി ചിലപ്പം അതൊരു എത്രയോ ആളുകളിൽ നിന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം. അയാളുടെ ജീവിതം മുഴുവൻ അയാളെ ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു റിമാർക്കായിരിക്കാം ചിലപ്പം പറയുന്നത്. പക്ഷെ ആ പറയുന്ന ആൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന രീതിയിൽ, ഒരു തമാശയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ എടുത്താൽ പോരെ എന്ന് പറയും. അതല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് അത് അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന, മാനസികമായി അവരെ തകർക്കുന്ന ഒരു വേദനയായിട്ട് എന്നും എല്ലാ കാലത്തും നിലനിൽക്കും. അവർ കോൺഫിഡൻസ് ചിലപ്പോൾ നഷ്ടപ്പെടും ആ ഒരു വേർഡ് കൊണ്ട്, നമ്മൾ പറയുന്ന ചെറിയ വാക്കുകൊണ്ട് പോലും. അതിൻ്റെയൊക്കെ ആവശ്യം നമുക്കുണ്ടോ എന്നൊന്നും കൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. വാക്കുകൾക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലായിടത്തും വലിച്ചുവാരി യൂസ് ചെയ്യേണ്ട കാര്യമല്ല.
ഈ ഇനാഗുറേഷൻ എന്നുള്ളൊരു സംഭവം ഹണി റോസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഹണി റോസ് എന്ന് പറഞ്ഞൊരു പേഴ്സണെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഒരുപാട് പേര് ഇനാഗുറേഷൻസ് ചെയ്യാനായിട്ട് വരുന്നു. അതിൽ ചില ആളുകളെങ്കിലും സ്വന്തം ബോഡി മനഃപൂർവ്വം പ്രൊജക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു പേഴ്സണൽ കാര്യമല്ലേ, എനിക്കതിനെ എങ്ങനെ കമന്റ് പറയാൻ പറ്റും? ഇപ്പം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാനല്ലേ വഴിയുള്ളൂ. അവരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ട് പ്രൂഫോ എവിഡൻസോ ഒന്നും ഇല്ലല്ലോ. അത് ക്യാപ്ചർ ചെയ്യുന്നതിന്റെ ആംഗിളിന്റെ പ്രശ്നമായിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഒരാളെ ബ്ലെയിം ചെയ്യുക എന്നുള്ളതൊരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. അപ്പൊ അതിലൊരു ക്ലാരിറ്റി വരുമല്ലോ, ആ പ്രശ്നം അവിടെ തീർന്നല്ലോ. ഈ ആംഗിൾസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ചില ആളുകളൊക്കെ ഇന്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ പോലും ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ പറയാം എൻ്റെ ഈ സൈഡാണ് നല്ലത്, എൻ്റെ ഈ സൈഡാണ് നല്ലത്. അപ്പൊ അങ്ങനെ വരെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ ഒരു സദസ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് പല ആംഗിളിൽ നിന്ന്, ടോപ്പ് ആംഗിളിൽ നിന്ന്, ഭയങ്കര ലോ ആംഗിളിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അത് ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനൊരു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പം ഞാൻ എന്തായാലും കണ്ണാടിയുടെ മുമ്പിൽ നോക്കി എനിക്ക് കംഫർട്ട്, പേഴ്സണൽ കംഫർട്ട് എന്നുള്ളൊരു സാധനമുണ്ട് എന്ത് വസ്ത്രം ധരിക്കുമ്പോഴും. അത് ഉറപ്പാക്കിയിട്ടായിരിക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും നമ്മൾ ആ ഫംഗ്ഷന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് എടുക്കുന്നു എന്ന് പോലും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. കാരണം നമ്മൾ ആ ഒരു ഗസ്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ചെല്ലുന്നതാണ്. മിക്കവാറും ക്യാമറ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഈ ക്യാമറ അവിടെ നിൽക്കുന്നത് പോലും നമ്മൾ ഫോൺ അവിടെ ഉണ്ടാവുന്നത് പോലും നമ്മൾ അറിയണം എന്നില്ല. അപ്പം ആംഗിള് അവർ ഡെഫിനറ്റ്ലി ഇതിന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ്, ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു റവന്യൂ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ വീഡിയോസ് ഇങ്ങനെ വൈറൽ ആവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ മാന്യമായി വന്ന് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്. ചുരുക്കം ചില ആളുകളെങ്കിലും ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതെ, അങ്ങനെ എപ്പോഴും മീൻസ് നമ്മളെല്ലാവരും ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോശം മാത്രമാണ് പറയാറ് ആംഗിൾസിന്റെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ലതായിട്ട് വീഡിയോ എടുത്ത് നല്ല വീഡിയോ സ്ഥിരമായിട്ട് ഫോട്ടോകൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടുമാണ് ആ ഒരു കാര്യം. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം ഈ മോശം നമ്മൾ പറയുന്ന, മോശം ചെയ്യുന്നിടത്ത് നമ്മൾ മോശം പറയുന്നു എന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നല്ലത് കാണുമ്പോൾ നല്ലതും പറയണമല്ലോ. എക്സാക്ട്ലി ഇത് രണ്ടും ഉണ്ട് അവിടെ. ജോയിച്ചേട്ടൻ നെല്ലിയാമ്പതി നല്ലോണം എക്സ്പ്ലോർ ചെയ്തോ നിങ്ങള്? അതിനുള്ള ഭാഗ്യം ജോയിച്ചേട്ടന് കിട്ടിയില്ല. കൊല്ലംകോടായിരുന്നു. അത് കൊല്ലംകോടും അടിപൊളി, നല്ല കൊല്ലംകോട് ബ്യൂട്ടിഫുൾ പ്ലേസ്. അയ്യോ എന്ത് രസമാണ്. ആൻഡ് അത് മാത്രല്ല, കൊല്ലംകോട് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ നമ്മൾ കേട്ടേക്കുന്ന പ്രേത കഥകള്, ഒരു ആൽമരം ഉണ്ടാവും, അങ്ങനെ അത് ഒത്തിരി പണ്ട് കേട്ടേക്കുന്ന കഥകളൊക്കെ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഉത്ഭവിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും അത് വിശ്വസിക്കുകയും നല്ല ഭംഗിയുള്ള വീടുകള്. രാത്രി ഒരു 10-10:30 ചന്തുവിന്റെ കൂടെ നമ്മൾ തിരിച്ചു നിങ്ങളൊരു റൂമിലൊരു പ്രശ്നമില്ലായിരുന്നോ? അവിടെ ഒരു പ്രേതം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഇല്ല, അത് പറയാൻ പറ്റില്ല. അത് ആളുടെ അനുവാദം ഇല്ലാണ്ട് പറയാൻ പറ്റില്ല. മോശം. അങ്ങനെയാണ്. പ്രേതത്തിന്റെ പ്രേതത്തിനെ കണ്ട ആളുടെ അനുവാദം ഇല്ലാണ്ട് പറയാൻ പറ്റില്ല. അതെ, ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാനാണ് ആ റൂമിൽ കിടക്കുക. അതായത് ഞങ്ങളുടെ ഹോട്ടലിൽ അതായത് ഞങ്ങൾ പല ഹോട്ടലുകളിൽ താമസമുണ്ട്. അതിലൊരു ഹോട്ടല്, പേര് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് പേര് പറയുന്നില്ല. ആ ഹോട്ടലില് ഒരു റൂമില് ഭയങ്കരമായ പ്രേതശല്യം എന്ന് വെച്ചാൽ പാലക്കാട്. പ്രേതശല്യം. അപ്പൊ ഈ റൂമിൽ ആരും കിടക്കാൻ തയ്യാറാവുന്നില്ല. ബൈച്ചേട്ടൻ ആദ്യം കിടന്നു. ബൈച്ചേട്ടന് പിന്നെ പേടി തോന്നി. ബൈച്ചേട്ടൻ റൂം മാറണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ റൂം ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞു ഞാനെന്ന് അവിടെ കിടന്നോളാം. റൂമാ ഞാൻ 10 ദിവസം നിന്ന റൂമാ അത്. അവിടെയാണ് ഇവര് എന്നിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്നിട്ട് പറഞ്ഞു ഈ റൂം ആരും യൂസ് ചെയ്യുന്നില്ല, ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആ റൂമിലേക്ക് തന്നെ വന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ ഹോട്ടലിന്റെ സൈഡില് മറ്റേ മരപ്പട്ടി പോവും. അപ്പൊ അതിന്റെ രാത്രി ശബ്ദം, ഭയങ്കര ശബ്ദം, ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ജനലിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോ നമുക്കൊരു പേടി വരും. ഒരു പെട്ടെന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ തോന്നുന്നതാണ്. പിന്നെ എല്ലാ ഹോസ്റ്റലിലും കാണുമല്ലോ ഈ മറ്റേ ഇല്ലാത്ത പ്രേതത്തിനെ
കഥ ഉണ്ടാക്കുന്ന ഒരാള്. അതിന് മെയിൻ ആളാണ് ചന്തു. ആ ഒരാള്. ഇല്ല ഞാൻ ആ റൂമിൽ കിടന്നതാ. സൗണ്ട് വല്ലതും കേട്ടോ? ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 10 ദിവസം നിന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ട് നിന്നു. ജോയിച്ചേട്ടൻ എന്തോ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ സൗണ്ട് കേട്ടു രാത്രി ഇങ്ങനെ കൊടുക്കുന്ന ആ സൗണ്ടുകളൊക്കെ കേട്ടു. പിന്നെ അതൊക്കെ പിന്നെ റൂം മാറി. പ്രേതങ്ങൾക്ക് നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റില്ല. പ്രേതം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളില്ലെന്ന് ചിന്തിക്കുന്നു, ഇനി ഉണ്ടെന്ന് വിചാരിക്കുക. പ്രേതങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല, പേടിപ്പിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മൾ പേടിക്കാൻ തയ്യാറല്ലെങ്കിലോ പ്രേതം ഇതായി പോകത്തുള്ളൂ. എന്ന് പറയുന്നത് നമ്മള് പേടിച്ചില്ല, സൗണ്ട് കേട്ടു. ഈ പ്രേതമാണോ മരപ്പെട്ടിയാണോ എന്ന് അറിയത്തില്ല. രസമായിരുന്നു. ഇനി ആ റൂമിൽ നിൽക്കുവോ? അല്ല കുഴപ്പമില്ല, ഞാൻ ആ റൂമിലും കിടക്കുമായിരുന്നു. ആരും എടുക്കുന്നില്ല എന്നാ ഞാനവിടെ കിടന്നോളാം, ഞാനവിടെ കിടക്കുമായിരുന്നു. ഈ കസിൻസ് ഒക്കെ ഒരുമിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മെയിൻലി എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരാൾ, ആ ഒരാളാണോ ഈ ഒരാൾ? എനിക്ക് ഒരു പ്രാവശ്യം ഓർമ്മയുള്ളത്, ഈ പ്രേതക്കഥ ഇങ്ങനെ വന്നു തുടങ്ങിയുള്ളൂ. മൊത്തത്തില് എല്ലാവർക്കും അറിയില്ലെങ്കിലും ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നുണ്ട് ഹോട്ടലിൽ പ്രേതമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാനും ചന്തുവും തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. കാറിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ചന്തുവിനോട് നീ അറിഞ്ഞ അങ്ങനെ ഒരു സാധനം? അപ്പത്തേക്കും ചന്തു വേറെ എവിടെ നിൽക്കോ കേട്ട് എന്തൊക്കെയോ പ്രേതകഥകളൊക്കെ കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞ് എനിക്ക് മൊത്തത്തിൽ അന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്കിപ്പോ മനസ്സിലായി. പിന്നെ ചന്തു കുറച്ച് നല്ലോണം വെള്ളം ചേർത്തിട്ടാണ് കഥ പറഞ്ഞത്. അലമാരി അനങ്ങി എന്നൊക്കെ അത് കഥ പറയുമ്പോ അതിന്റേതായ ഒരു രീതിയിൽ കഥ പറയുമ്പോ പ്രസന്റ് ചെയ്യുമ്പോ അതിനൊരു ഇമ്പാക്ട് വേണം. അപ്പൊ അതിനനുസരിച്ച്. പക്ഷെ കൊറേ വേറെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അത് ആ പ്രേതത്തിനെ കണ്ടിട്ട് വെളുപ്പിനെയൊക്കെ ആൾക്കാര് വെളുപ്പിന് വരുമ്പോ അല്ല ആ റൂമില് താമസിച്ചിട്ട് ഒരാള് വെളുപ്പിന് റിസപ്ഷനിൽ ഇരിക്കുക. വെളുപ്പിന് അത് രാത്രി ഉറങ്ങിയിട്ടില്ല. ഇല്ല അത് എല്ലാവരും അങ്ങനെയാ ഞാൻ റൂമിലേക്ക് മാറുന്നേ. ആ റൂമിലേക്ക് എന്റെ റൂം കൊടുത്തു, ഞാൻ ആ റൂമിലേക്ക് മാറി. എല്ലാവരും ഇല്ല ബൈച്ചേട്ടനാണ് ആദ്യം റൂമില്. ബൈച്ചേട്ടൻ ആദ്യം കാണുന്നത് പ്രേതത്തിനെ, പിന്നെയാണ് ചോദിച്ചേട്ടൻ കാണുന്നത്. ചോദിച്ചേട്ടൻ കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ആ റൂമിലേക്ക് ചെല്ലുന്നത്. ജോയിച്ചേട്ടൻ ആ ട്രോമയെന്ന് മാറിയില്ലെന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞപ്പോഴേ സീറ്റിൽ നിന്നൊക്കെ ഇല്ല ശരിക്കും അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ആ റൂമിലായിരുന്നു. സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാനും എന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ചിലരെ പിടിക്കില്ല എന്ന് തോന്നുന്നു. ആണല്ലേ? എനിക്ക് യോഗമില്ല. പിന്നെ ഞങ്ങള് കഥ പൊലിപ്പിച്ച് അവിടുത്തെ റൂം സർവീസിന് നിൽക്കുന്ന ചേച്ചിമാരെല്ലാം പേടിച്ചു പോയി. ഹണിക്ക് പേടിയുണ്ടോ? എനിക്കങ്ങനെ അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് പക്ഷെ കഥ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിന് പറ്റിയ ഒരു സ്ഥലമായിരുന്നു. അല്ല എന്റെ അടുത്ത് പറഞ്ഞത് അമ്മ അറിയരുതെന്ന് പറഞ്ഞത്, നമുക്ക് പേടിയാന്ന് പറഞ്ഞായിരുന്നു ആ സമയത്ത്. എന്തോ പറഞ്ഞായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ എന്റെ ഒരു മെയിൻ ഹോബിയാണ് ഈ നമ്മൾ ഫേമസ് ആയിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് പോയി കാണുക. സ്ഥലങ്ങൾ പോയി കാണാം. അവിടെ ബോഡിയൊന്നും ഇല്ലല്ലോ, പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, നടന്ന സ്ഥലങ്ങളല്ലേ. അപ്പൊ ഈ പിന്നെ എന്റെ പ്രേത കഥകൾ എല്ലാവരുടെയും ഞാൻ എക്സ്പീരിയൻസ് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേത എക്സ്പീരിയൻസ് ഉണ്ടോ? യെസ്, അതൊക്കെ കേൾക്കുന്നത് കഥ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടി സൈലന്റ് ആയിട്ടിരുന്ന ആള് പ്രേതം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ പോയി കണ്ടൊരു സ്ഥലം ഏതാ? ഞാൻ നമ്മുടെ ജിഷയുടെ അവിടെ പോയിട്ടുണ്ട്, പെരുമ്പാവൂര്. പിന്നെ നമ്മുടെ നരബലി നടത്തിയ വീടുണ്ടല്ലോ, അവിടെ പോയോ? വീട് അവിടെ പോയി, അവിടെ പോയി കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോ ഒന്നും പ്രൂവ് ചെയ്തു. കൊലപാതകം ഒരു ലഹരിയാക്കി. ലഹരിയല്ല, പക്ഷെ അതൊരു ഒരു സ്റ്റോറി അല്ലേ, എങ്ങനെ സംഭവിച്ചു എന്തെന്നൊക്കെയുള്ള. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകാറുണ്ട്. പ്രേതം മറ്റു നമ്മുടെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഉണ്ടാവും. അതെല്ലാം ഇരുന്ന് അതാണ് അത് കേട്ടിട്ട് കിടന്നുറങ്ങാണ് എന്റെ മെയിൻ ഹോബി. മറ്റേ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് പിന്നെ നെറ്റ്ഫ്ലിക്സിൽ കുറെ ഇതുണ്ട്, ഡോക്യുമെന്ററീസ് ഉണ്ട് ഇതിന്റെയൊക്കെ. നല്ലൊരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ഒരു മൂവിക്ക് വെയിറ്റിംഗ് ആണോ? ഇതങ്ങനെ ഒരെണ്ണമാണല്ലോ. യെസ്, റേച്ചൽ അത് അങ്ങനെയാണ്. ഒരു യൂട്യൂബർ ഉണ്ട് പ്രേതകഥ പറയുന്നത്. നമ്മുടെ എം ലൈഫിലെ ഒരു ചേട്ടനുണ്ട്. പിന്നെ എനിക്കൊരു അഫ്ലു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അഫ്ലുണ്ട്. പിന്നെ വേറൊരു എന്തായിരുന്നു കോഴിക്കോടുള്ള ഒരാള്,
ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞ വെച്ച് ചെയ്യുന്ന പുള്ളിയല്ലോ. അല്ല ഇത് ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര അടിപൊളിയാ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ. പ്രേതത്തിന്റെയും കുറെ കോൺസ്പിറസി തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടിയൊക്കെ അതിൽ പ്രേതത്തിന്റെ ഒക്കെ പറയുന്നത് ഭയങ്കര രസമാണ്. സൗണ്ട് ട്രാക്ക് ഒക്കെ എഫക്ട്സ് ഒക്കെ ചേർത്തിട്ടാ അവിടെ രാത്രിയൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഒന്ന് കേട്ടു അറിയാതെ പോലും എന്തേലും ഒന്ന് വരാതിരുന്നാ മതിയായിരുന്നു. ഈ ലളിതാമ്മ പറഞ്ഞ ചില പ്രേതകഥകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ AI വെച്ചിട്ട് ചെയ്യുന്ന കുറെ വീഡിയോസ് ഒക്കെ മറ്റേ അത് ഒരിക്കലും റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ലളിതാമ്മയുടെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരി പറഞ്ഞാൽ പേടിക്കും. ഏത് പേടിക്കാത്തവരാണ് പേടിക്കും. അത് മറ്റേ ആ ഒരു ആഡം അതൊക്കെ ഈ പറഞ്ഞ പോലെ AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസം. അപ്പൊ എന്തായാലും നമ്മുടെ റേച്ചൽ ഒരു ക്രൈം ത്രില്ലർ അല്ലെ, ഹണീനെ നമുക്ക് വേറൊരു മോഡിൽ കാണാൻ പറ്റും. പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമുക്ക് പഴയ കാലമാണോ കാണിക്കുന്നത്? ഒരു 70s എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കാലഘട്ടമാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ കുറെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണമല്ലോ നമ്മള്. തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്ന രീതി, ഭാഷ സംസാരിക്കുന്ന രീതി, അതെ അത് ഏറ്റവും അവര് ആ ഒരു കാലഘട്ടം സംസാരിക്കുന്നു. പിന്നെ ഒരു അച്ചടി ഭാഷയിലൊന്നും അല്ല, സാധാരണ ഒരു സിനിമയിൽ കാണുന്ന രീതിയിലല്ല, ഭയങ്കര അല്ലെ നാച്ചുറൽ ആയിട്ട് ഒതന്റിക് ആയിട്ട് സംസാരിക്കണമെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് വെറുതെ സംസാരിപ്പിക്കും. ഇപ്പൊ ഒരു സീനൊക്കെ തന്നിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടും നോർമൽ ആയിട്ടും നമുക്ക് ഒരു രീതിയിലുള്ള ആർട്ടിഫിഷ്യാലിറ്റിയും വരാതെ രീതിയിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ മൂവി. അത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മൾ യൂഷ്വലി ഒരു ചെയ്യുന്ന ഒരു സിനിമയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ ആ ഒരു ടീം വർക്ക്, ഹാർഡ് വർക്ക്, അതെന്തായാലും ഒരു സക്സസ് ആകും. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആണ് മൂവി കാണാനായിട്ട്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.